നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉടുത്തിരുന്ന സാരിയിലായിരുന്നില്ല ഇത്തവണ മാധ്യമങ്ങളുടെ കണ്ണ്. മറിച്ച് മധ്യവർഗക്കാരെ കയ്യിലെടുത്തുകൊണ്ടുള്ള ആദായ നികുതിയിൽ വൻ ഇളവടക്കം പ്രതീക്ഷകളിലായിരുന്നു മുഴുവൻ ശ്രദ്ധയും. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തി. മധ്യ ഇടത്തരം കുടുംബങ്ങൾക്ക് വൻ ആശ്വാസം നൽകുന്നതാണ് ഈ പ്രഖ്യാപനം. സമീപകാലത്തെ തന്നെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രഖ്യാപനം നടപ്പിലാകുന്നതോടെ 18 ലക്ഷം ശമ്പളമുള്ളവർക്ക് 70,000 വരെയും 25 ലക്ഷം വരെ ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമുണ്ടാകും. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 1 ലക്ഷമായി ഉയർത്തിയതിനോടൊപ്പം നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കുകയും ചെയ്തു. വാടക ഇനത്തിൽ TDSനുള്ള വാർഷിക പരിധി 6 ലക്ഷമാക്കിയതായാണ് മറ്റൊരു പ്രഖ്യാപനം. മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് കൂടുതലായി എത്തുന്ന പണം മാർക്കറ്റിലേക്ക് എത്തുകയും അത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ നിർമ്മലയുടെ ബഡ്ജറ്റിൽ കൂടുതൽ പരിഗണന സ്ത്രീകൾക്ക് കിട്ടി. അതായത് ബഡ്ജറ്റിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വനിതാ സംരംഭകർക്ക് 2 കോടി വരെ വായ്പ നൽകും. ഈ പ്രഖ്യാപനം 5 ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടും. അടുത്ത പരിഗണന നൽകിയിരിക്കുന്നത് ടൂറിസം മേഖലയ്ക്കാണ്. ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിൽ അവസരം ഒരുങ്ങുമെന്നും ഹോം സ്റ്റേക്കായി മുദ്രാ ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപനം. സ്വകാര്യ പങ്കാളിത്തത്തോടെ 50 ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കും. നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. AI വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി 500 കോടി വകയിരുത്തി. മെഡിക്കൽ കോളേജുകളിൽ 10,000 സീറ്റുകൾ കൂട്ടി. 2014 ശേഷം തുടങ്ങിയ 5 IITകൾക്ക് അധിക ഫണ്ട് വകയിരുത്തി. പാലക്കാട് IIT ഉൾപ്പെടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിച്ചതായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. അടുത്ത വർഷത്തേക്ക് IIT, IISc ഗവേഷണത്തിനായി 10,000 PM റിസർച്ച് സ്കോളർഷിപ്പ് നൽകും. സ്റ്റാർട്ടപ്പിൽ 27 മേഖലകൾ കൂട്ടിയെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയുടെ പ്രഖ്യാപനവും ബഡ്ജറ്റിൽ നടത്തി. വിള വൈവിധ്യവും കാർഷിക ഉൽപാദനവും കൂട്ടുക, മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക, ജലസേചന സംവിധാനം മെച്ചപ്പെടുത്തുക, ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. 1.7 കോടി കർഷകർക്ക് പദ്ധതി സഹായകരമാകും. പച്ചക്കറി പഴ ഉൽപാദനത്തിനും സംഭരണത്തിനും വിതരണത്തിനും പ്രത്യേക പദ്ധതി ഒരുക്കും. ബീഹാറിനു വേണ്ടി മഖാന ബോർഡ് സ്ഥാപിക്കും. സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് മഖാന എന്ന ബീഹാറിലെ പ്രത്യേകതരം താമരവിത്ത്. ഉത്പാദനത്തിനു വേണ്ടി പ്രത്യേക ഗവേഷണ കേന്ദ്രം വേണമെന്നും നേരത്തെ ബീഹാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യം. എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സുസ്ഥിര വികസിത മേഖലകളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരിക്കും ഇത്. അടൽ ഇന്നവേഷൻ മിഷന്റെ കീഴിൽ രാജ്യത്തെ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലബോറട്ടറീസ് സ്ഥാപിക്കും. കുട്ടികളുടെ ചിന്താശേഷി ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.